ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ അങ്ങനെ ഒരു വ്ളോഗാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിയുന്ന പോലെ ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ പതിവ് പോലെ ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇവിടെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഡെയിലി നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ വീട് അടിച്ചുവാരി തുടച്ചിടും. അതെന്തോ ഒരു സമാധാനമാണ്. ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം, ഒന്നര ഇടവിട്ടിട്ടേ അടിച്ചുവാരി തുടക്കാറുള്ളൂ എന്ന്. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഡെയിലി നമ്മളിവിടെ വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. ഞാൻ ഇവിടെ എന്താ പറയുക, ഒരു രാവിലെ ഒരു പകൽ സമയത്താണ്, ഏകദേശം ഒരു 10 മണി ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ കോഴിക്കളും കിളികളും എല്ലാം ഉണ്ട്. നമ്മളിതൊരു കൊച്ചു ഗ്രാമം പ്രദേശമാണ്, അതുകൊണ്ട് എന്താ പറയുക, പക്ഷികളെ സൗണ്ടും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ MSc കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നേരിടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇനി എന്താ പ്ലാൻ, ജോലി നോക്കുന്നില്ലേ എന്നൊക്കെയാണ്. ഇപ്പോൾ പിന്നെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് ഓൺലൈൻ ട്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻ്റർവെല്ലിൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ആ ഒരു ഇത് ചെയ്യാൻ തുടങ്ങിയത്. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാണ് കേട്ടോ എൻ്റെ ടാബിൽ ഇത്ര മിസ്സായി കിടക്കുന്നത്. കുറേ പേപ്പേഴ്സും ബുക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ വായ അടപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്താ പറയുക, ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്താ ഇനി പ്ലാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാവരും. പിന്നെ എനിക്ക് കുറേ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെല്ലോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിതാ ഈ ഒരു പൈജാമ സെറ്റ് ഉണ്ടല്ലോ, അത് റിട്ടേൺ ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ ബട്ടർഫ്ലൈ കാണാൻ എങ്ങനെയുണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. മുമ്പ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം, മംഗലാപുരത്ത് പോയതിന് ശേഷം അതെല്ലാം ഒന്ന് നിർത്തി വെച്ച് ഇനിയെല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതും പറയുന്നതും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, എങ്ങനെ ബിൽഡ് ചെയ്യാം, മറ്റുള്ളവരെ പോലെ നമുക്കും എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാം എന്നുള്ളതൊക്കെ. നമ്മൾ നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു തോട്ട്സ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അതെന്താ നമ്മൾ കണ്ടെത്തുക. അതായത് നമ്മളെ കോൺഫിഡൻസിനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, ആ ഫാക്ടേഴ്സ് എന്താണ്, കോൺഫിഡൻസ് കുറക്കാൻ കാരണമായ ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ക്ലിയർ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ എന്തായിരിക്കാം, നിങ്ങളുടെ കഴിവുകളിലോടുള്ള വിശ്വാസക്കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാൻ കൊള്ളില്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതായിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ലാക്ക് ചെയ്യിപ്പിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അതെന്താണെന്ന് കണ്ടെത്തുക. എന്നതിന് ശേഷം ആ ഒരു സംഭവത്തെ ക്ലിയർ ആക്കിയാൽ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യും, താനെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഞാനും ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള ആളൊന്നും അല്ലായിരുന്നു. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തുമ്പോൾ എന്താ പറയുക, കുറേ ചേഞ്ചസ് നമുക്ക് താനെ വരും. ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്നാണല്ലോ എന്താ പറയുക, വലിയ വലിയ ഇതിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒന്നും ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ നമ്മൾ പറഞ്ഞ് നമ്മുടെ മൈൻഡിനെ റെഡിയാക്കുക. എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ അത് എന്താ പറയുക, പ്രാക്ടിക്കലാക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ഗഡ്സ് അനുസരിച്ചിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഏതൊരു ഹാബിറ്റും നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും തുടക്കത്തിൽ. പിന്നെ എന്ത് ചെയ്യും, അത് റെഡി ആയിട്ട് വരും. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് വല്ലാണ്ട് കാട് കയറിപ്പോയി അല്ലേ. ഞാൻ ചുമ്മാ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് എന്താ പറയുക, ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടു വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് അലക്കാനുള്ളതൊക്കെ മെഷീനിലിടുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഒരുപാടുണ്ടായതുകൊണ്ടാണ് ഞാൻ
മെഷീനിലിടുന്നത്. അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് അലക്കാറുണ്ട് കല്ലിലിട്ടിട്ട്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും ഒന്ന് കല്ലിൽ പോയി അലക്കിയാൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് അനങ്ങില്ലേന്ന്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചില സമയത്ത് പോയിട്ട് കല്ലിൽ അലക്കാറുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനാണ് എല്ലാം കഴിഞ്ഞ് ചെയ്തു വെക്കുമ്പോൾ. ഇത് ഞാൻ ചെയ്തതാണല്ലോ, ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അല്ലെങ്കിലും ഏതൊരു ജോലിയും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ എന്താണ്, അതിൽ നമുക്ക് മടുപ്പ് തോന്നില്ല. പക്ഷെ നമുക്ക് ഒരു താല്പര്യം ഇല്ലാണ്ട് ഒരു ഇഷ്ടവും ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കും. ഉമ്മ ഇന്ന് എൻ്റെ അടുത്ത് ഷോക്കേസ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊടി പിടിച്ചിട്ടുണ്ട്. ഞാനാണ് ഇവിടുത്തെ ഷോക്കേസ് ക്ലീൻ ചെയ്യുന്ന ആൾ കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ തുടച്ച്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഈ നമ്മുടെ ഷോക്കേസ് എന്താ പറയുക, പഴയ മോഡലാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള വീടായതുകൊണ്ട് തന്നെ എല്ലാം പഴയ മോഡലാണ്. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യലുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അന്നൊക്കെ നമ്മുടെ ഷോക്കേസ് നിറയെ കുറേ ബോട്ടിലായിട്ടായിരുന്നു കേട്ടോ. ഞാനന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീർ കുപ്പിയൊക്കെ അവിടെ ഇവിടെ തൊടിയിലൊക്കെ പോയിട്ട് പെറുക്കി കൊണ്ടുവരും. എന്നിട്ട് ഇരുന്ന് അങ്ങനെ പെയിൻറ്റ് ചെയ്യും. കുറേ യൂട്യൂബിലും പിൻട്രസ്റ്റിലൊക്കെ നോക്കി റെഫറൻസ് എല്ലാം നോക്കിയിട്ട് കുറേ പെയിൻറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ഞാനത് ഇപ്പോൾ അത്ര ഒരു ട്രെൻഡിങ്ങിൽ ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമ്മളിപ്പോൾ കൂടുതലും ഫ്ലവർ വേസ് തന്നെ വെച്ചു. അന്നതൊരു ഭയങ്കര ആ കോവിഡ് ടൈമിലൊക്കെ ആയിരുന്നു എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ കുളിയും നിസ്കാരവും ഫുഡ് അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തുണ്ടായിരുന്നു, കുറച്ച് പുറത്തു പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ വീടൊരു കുണ്ടിലാണ് കേട്ടോ. ഈ കുണ്ടിൽ നിന്ന് കയറിയാൽ മാത്രമേ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും കൂടെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉമ്മയും കൂടി ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ കോട്ടക്കൽ വരെ പോയത്. കോട്ടക്കലും വേങ്ങരയാണ് ഞങ്ങളുടെ മെയിൻ ടൗണുകൾ. അങ്ങനെ നമ്മളിത് ആദ്യം സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്തു. പക്ഷേ ആ ഫോട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അത് മതി എന്ന് വിചാരിച്ചു. പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിലും കയറി. പക്ഷേ അവിടുന്ന് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഈ ഒരു ബുക്ക്, ആനി എന്ന് പറയുന്ന ഒരു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഞാനിതാ ഒരു ഡയറി മിൽക്ക് വാങ്ങിയത് എല്ലാവർക്കും വീതം വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. ചായക്കുന്നുണ്ടായിരുന്നത് നമ്മളെ ഇവിടെ ഇതിന് ശർക്കരപ്പയർ എന്ന് പറയും കേട്ടോ. പയറും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട്, നിങ്ങളെന്താ ഇതിന് പറയുക എനിക്കറിയില്ല. എക്സാക്റ്റ് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന്, അതിൻ്റെ പിന്നാലെ ഒരു 3 മണിക്കൂറോളം അങ്ങനെ അത് കഴിഞ്ഞ് പോയി അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫേസ് പാക്ക്. ഇത് നമ്മുടെ നിംബഹരിതാതി ചൂർണവും ഏലാതി ചൂർണവും കൂടെ നമ്മൾ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഡെയിലി തേക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. സാധാരണ ഞാൻ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം ഇടും, ഒരു 1-2 ദിവസം ഇടും, പിന്നെ 3-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും മടുക്കും. പക്ഷേ ഇത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ആക്നി കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ മധുരമൊന്നും കുറക്കുക എന്നുള്ളത് ഒരു പോസിബിളായ കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.